ഐ നോബഡി ഈ സിനിമയുടെ ടൈറ്റിൽ തന്നെ സംതിങ് ക്യാച്ചി ആയിട്ടുള്ളതാണ്. ഇത് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ഈ സിനിമയുടെ ടൈറ്റിൽ. റീസെൻ്റ്ലി ഇറങ്ങിയ സിനിമേനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ടൈറ്റിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഈ ടൈറ്റിൽ വല്ലാതെ ഒരു സംതിങ് ഡിഫറൻ്റ് ആയിട്ട് ഫീലായി. സോ അതൊരു റീസണാണ്. അതുമാത്രമല്ല ഈ സിനിമ കാണാനുള്ള മെയിൻ റീസൺ ഈ സിനിമയുടെ ഡയറക്ടർ നിഷാം ബഷീർ, റോഷാക്ക് എന്നുള്ള സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നൊരു സിനിമ, അതുപോലെ തന്നെ അതേ കെട്ടിയോളാണ് എൻ്റെ മാലാക, ഈ സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്ത ഒരു ഡയറക്ടറിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി എന്താ പറയുക ഒരു എക്സ്പെക്ടേഷൻ വരും. ഈ രണ്ട് സിനിമയും ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു എക്സ്പെക്ടേഷൻ വരും. പിന്നെ പൃഥ്വിരാജ് സുകുമാരൻ ലീഡ് റോളിൽ അഭിനയിക്കുന്നു, പാർവതി തിരുവോത്ത് ലീഡ് ആക്ട്രസ് ആയിട്ട് അഭിനയിക്കുന്നു, ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്, അതുപോലെ തന്നെ യാനിക് ബെൻ, കലെ കിങ്സ്റ്റൺ, ഇവരാണ് ഇതിൻ്റെ സ്റ്റണ്ട് കോറിയോഗ്രാഫി. ഇപ്പോൾ ടെക്നിക്കൽ ക്രൂ എല്ലാം ചേർന്നിട്ട് ഇതൊരു അടിപൊളി സിനിമ ആവുമെന്ന് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ സിനിമ കാണുന്നതിന് മുന്നേ. സോ ഞാൻ സിനിമയിലോട്ട് വരാം. ഇതിൻ്റെ തുടക്കം തന്നെ എടുത്തു കഴിഞ്ഞാൽ സംതിങ് ഡിഫറൻ്റ് ആണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് മദ്യപാനം, പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ എഴുതി കാണിക്കും. അതിനുശേഷം ഈ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേരൊക്കെ കാണിക്കുമല്ലോ അവരുടെ മ്യൂസിക്കോട് കൂടെ തന്നെ. ഇപ്പോൾ ഈ സിനിമയിലാണെങ്കിൽ തന്നെ പൃഥ്വിരാജിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, അതുപോലെ E4 എൻ്റർടൈൻമെൻറ്റ്, ഇവരാണ് കോ പ്രൊഡ്യൂസേഴ്സ്. ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സും കോ പ്രൊഡ്യൂസേഴ്സും. അപ്പോൾ ഇവരുടെ ലോഗോ കാണിക്കുന്ന സമയത്ത് സാധാരണ ഇവരുടെ മ്യൂസിക്കാണ് വരാറ്. സാധാരണ ആ ഓരോ പ്രൊഡക്ഷൻ കമ്പനിക്ക് ഓരോ തീം മ്യൂസിക് ഉണ്ടായിരിക്കും. അതാണ് സാധാരണ നമുക്ക് കാണാറും കേൾക്കാറുള്ളത്. സോ ഈ സിനിമ തുടങ്ങിയ സമയത്ത് തന്നെ ഇവരുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് കാണിക്കുമ്പോൾ തന്നെ ഒരു ഡയലോഗാണ് ഇങ്ങനെ വരുന്നത്. മെല്ലെ 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 ആയിട്ട് അതിൻ്റെ സൗണ്ട് ഇങ്ങനെ റൈസ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. കുറച്ച് സെക്കൻഡ്സ് ഇത് എന്താണ്, ഇത് പുതിയ എന്തെങ്കിലും. സാധാരണ ഇതിന് മുന്നേയൊക്കെ നമ്മൾ സിനിമ കാണാൻ പോകുന്ന സമയത്ത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്ന് കാണിക്കുമ്പോൾ E4 എൻ്റർടൈൻമെൻറ്റ് കാണിക്കുമ്പോഴൊക്കെ അവരുടെ മ്യൂസിക്കാണ് കേട്ട് പരിചയപ്പെട്ടത്. അപ്പോൾ ഇത് പുതിയത് കേൾക്കുമ്പോൾ ഇനി അവർ ഇതിൻ്റെ മ്യൂസിക് എന്തെങ്കിലും മാറ്റുമോ, തീം മ്യൂസിക് എന്തെങ്കിലും മാറ്റുമെന്ന് നമുക്ക് തോന്നിപ്പോകും. പിന്നെ അതിങ്ങനെ പതിയെ ഡയലോഗ്, പിന്നെ എനിക്ക് മനസ്സിലായി സംതിങ് ഇതെന്തോ ഡിഫറൻ്റ് ആണെന്ന്. പിന്നെ അതങ്ങനെ ഡയലോഗായി വന്നിട്ട് പെട്ടെന്ന് സിനിമയുടെ ഓപ്പണിംഗ് സീൻസ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണിക്കാം. ഫോക്സ് സ്റ്റുഡിയോസ്, അതുപോലെ തന്നെ വാർണർ ബ്രോസ്, ഇവരുടെ സിനിമയൊക്കെ ഉണ്ടാവും. ഈ പ്രത്യേകിച്ച് ഹൊറർ ഫിലിംസ്, സൂപ്പർ ഹീറോ ഫിലിംസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ആ സിനിമയുടെ മെയിൻ തീം എന്താണോ അതാണ് ഇവർ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ മെല്ലെ 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 നമ്മൾ ആ പടത്തിലേക്ക് ഇൻവോൾവ് ആവും ഓട്ടോമാറ്റിക്. സോ അതുപോലെയാണ് ഇതിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഇത് കേൾക്കുമ്പോൾ പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് ഇൻവോൾവ് സംതിങ് എന്തോ ഫ്രഷ് ആയിട്ടുള്ള ഒരു പരിപാടി പോലെ തോന്നും. ഫോക്സ് സ്റ്റുഡിയോസ്, അതുപോലെ തന്നെ വാർണർ ബ്രോസ്, ഇവരുടെ സിനിമയൊക്കെ ഉണ്ടാവും. ഈ പ്രത്യേകിച്ച് ഹൊറർ ഫിലിംസ്, സൂപ്പർ ഹീറോ ഫിലിംസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ആ സിനിമയുടെ മെയിൻ തീം എന്താണോ അതാണ് ഇവർ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ മെല്ലെ 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 നമ്മൾ ആ പടത്തിലേക്ക് ഇൻവോൾവ് ആവും ഓട്ടോമാറ്റിക്. സോ അതുപോലെയാണ് ഇതിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഇത് കേൾക്കുമ്പോൾ പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് ഇൻവോൾവ് സംതിങ് എന്തോ ഫ്രഷ് ആയിട്ടുള്ള ഒരു പരിപാടി പോലെ തോന്നും. സിനിമ ഒരു ഹേസ്റ്റ് ത്രില്ലർ വിഭാഗത്തിൽ പെടുന്നൊരു സിനിമയാണ്. ഇതിൻ്റെ ജോണർ അതാണ്. സോ അതിൻ്റെ ഫസ്റ്റ് ഫ്രെയിം കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ ജോണർ എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന 100% അതിനോട് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സീനാണ് ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ. സോ നമ്മളതിൽ കറക്റ്റായിട്ട് ഇൻവോൾവ് ആവും കേട്ടോ. നമ്മൾ പിന്നെ പടം ഇങ്ങനെ പോകുന്നു എന്താ പറയുക, കുറച്ച് സീൻ കാണിക്കുന്നു, പിന്നെ ഡയറക്ടറിൻ്റെ പേര്, പിന്നെ കുറച്ച് സീൻസ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജിൻ്റെ പേര് കാണിക്കുന്നതും മലയാള സിനിമയിൽ ഞാൻ ഇതുവരെ കണ്ടതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടൈറ്റിലാണ് കേട്ടോ. അതായത് ടൈറ്റിൽ റിവീൽ ചെയ്യുന്നത്, ടൈറ്റിൽ കാണിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഓഡിയൻസിനെ എങ്ങനെ പിടിച്ചിരുത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ തന്നെ പടത്തിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ഫുൾ ഇൻവോൾവ് ആവും. സോ പിന്നെ പടം ഇങ്ങനെ പോകുന്നുണ്ട് പടം എനിക്ക് തോന്നി കുറച്ച് നേരത്തേക്ക് എനിക്ക് പടം കണ്ടൊരു 30 minutes ആയപ്പോൾ തന്നെ വാട്ട് എ മൂവി മാൻ, വാട്ട് എ പീക്ക് മൂവി. ഇവരെന്താ ചെയ്യാൻ പോകുന്നത്, ഇത് വേറെ ലെവൽ പടം. ദ ഡയറക്ടർ സംതിങ് ഈസ് കുക്കിംഗ്, വാട്ട് എ മൂവി മാൻ, വാട്ട് എ സ്ക്രീൻ പ്ലേ. ഇതിൻ്റെ ടെക്നിക്കൽ സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും ശരി, BGM, ഇവരുടെ പെർഫോമൻസ് എല്ലാം അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് വേറെ ലെവലിലേക്ക് പോകും. ഇത് എന്താ പറയുക, ഇത് സിനിമ ബ്ലോക്ക് ബസ്റ്ററാണ്. ഇത് സിനിമ വേറെ ലെവലാണ്. സോ എനിക്ക് പടം കണ്ട് കുറച്ച് ഒരു ഹാഫ് ആൻ അവർ ആകുമ്പോൾ തന്നെ ഈ പടം തീർന്നിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് 10 പേരോട് പറയുന്നത് അടിപൊളി സിനിമയാണ്, വേറെ ലെവലാണ്, ഇതിൻ്റെ സ്ക്രീൻ പ്ലേ കാര്യങ്ങളെല്ലാം അടിപൊളിയാണെന്ന് പറയണം തോന്നി. അങ്ങനെ പടം ഇൻ്റർവെല്ലായിട്ട് അറ്റംപ്റ്റാണ്, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഈ ഇൻ്റർവെല്ലിൽ നിന്ന് കാണിക്കുന്ന സീൻസ് ആണെങ്കിലും ശരി. അപ്പോൾ ഇനി ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് പടം തുടങ്ങുമ്പോൾ പതിയെ ട്രാക്കിലോട്ട് ഇങ്ങനെ കയറി കുറച്ച് കഴിയുമ്പോൾ പടം ഡൗൺ ആവുകയാണ്. ഇൻ്റർവെല്ല് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പടം ഡൗൺ ആവാൻ തുടങ്ങി. സോ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കിട്ടിയൊരു സംഭവം ഉണ്ടല്ലോ, ഒരു പീക്ക് സിനിമ, അത് വേറെ ലെവൽ സിനിമ ആയിരിക്കും നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉള്ള അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫാണ് സിനിമയുടെ. പക്ഷേ സെക്കൻഡ് ഹാഫ് അങ്ങനെ ഡൗൺ ആയിട്ട് ത്രില്ലർ ആയതുകൊണ്ട് കുറേ സ്പോയിലർ എലമെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കഥയിലേക്കൊന്നും പോകാത്തത്. എന്നാലും ഇതിൽ ട്രെയിലറുകൾ കാണിച്ചിരിക്കുന്നത് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാം. ഓൾറെഡി ഇതിൽ ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നത് പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് തന്നെ ഒരു ഗവൺമെൻറ് എംപ്ലോയി. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. സോ നമ്മുടെ ഈ സോഷ്യോ പൊളിറ്റിക്കൽ ഈ സൊസൈറ്റിയിൽ നേരിടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്
അദ്ദേഹത്തിന് സംഭവിക്കുന്നത്. സോ അങ്ങനെ അത് ട്രാക്ക് പിന്നെ സെക്കൻഡ് ഹാഫ് വരും. പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഫാമിലി ഇമോഷൻസ് ത്രില്ലർ മൂവ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം പടത്തിലുണ്ട്. ആ പടത്തിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ അത് ഡൗൺ ആയിപ്പോയി. ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന ഒരു സ്ക്രീൻ പ്ലേൻ്റെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ അത് വന്നിട്ട് നേരെ ഡൗൺ ആവുകയും ചെയ്തു സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ. സോ സെക്കൻഡ് ഹാഫ് മോശം എന്നല്ല പറയുന്നത്. പിന്നെ എസ്പെഷ്യലി ഇതിൻ്റെ ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് ഭാഗമൊക്കെ എത്തുന്ന സമയത്ത് ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തുണ്ടായിരുന്നില്ല. കാരണം നല്ലൊരു സ്ക്രീൻ പ്ലേ ഇത് ഞാൻ ഇതിൻ്റെ ക്ലൈമാക്സ് എന്താവും എന്നുള്ളൊരു തോട്ടിലായിരുന്നു ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ സമയത്ത്. ഇത് കാരണം ഈ ഇൻ്റർവെല്ല് വരെ ഇത് വേറെ ലെവൽ സിനിമയാണ്. അപ്പോൾ ഈ ഡയറക്ടർ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ എടുത്തു വെച്ച ഡയറക്ടർ ഇതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെ എടുത്തു വെക്കും, എന്ത് സസ്പെൻസാണ്, എന്ത് സർപ്രൈസാണ് നമുക്ക് തരാം, അങ്ങനെയുള്ള ചിന്തയായിരുന്നു എനിക്ക് സെക്കൻഡ് ഹാഫ് ഒക്കെ പടം തുടങ്ങിയപ്പോൾ പടം കാണുമ്പോഴൊക്കെ തോന്നിയത്. ഇതിൽ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ എത്തുന്ന സമയത്ത് ഒരു 20 മിനിറ്റ്സ് സമയത്ത് കുറച്ച് സോഷ്യോ പൊളിറ്റിക്കൽ എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് തോന്നി. കാരണം ഇപ്പം നടക്കുന്നത് മീൻസ് ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഇവിടെ നടന്ന പൊളിറ്റിക്കൽ വൈസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ ഈ പടത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ആരെയാണ് പറയുന്നത്, എന്തിനെ കുറിച്ചാണ് പറയുന്നത്, എല്ലാ കാര്യങ്ങളും വ്യക്തമാണ്. സോ അതൊന്നും ഇതിൽ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. സോ ഇതിൻ്റെ ഒരു പടത്തിൻ്റെ തീം സംഭവം ഓക്കെ, ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നാട്ടുകാരുടെ അടുത്തുനിന്നും സിസ്റ്റത്തിൻ്റെ അടുത്തുനിന്നും നിയമത്തിൻ്റെ അടുത്തുനിന്നും ഈ ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്നൊക്കെ നേരിടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് കൊണ്ടുപോകായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ സ്ക്രിപ്റ്റിൽ തിരക്കഥയിൽ അങ്ങനെ വന്നു, അല്ലെങ്കിൽ ഡയറക്ടർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം നിങ്ങൾ ഇത്ര മനോഹരമായിട്ടുള്ളൊരു സിനിമ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ലാസ്റ്റ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? കാരണം ഫസ്റ്റ് ഹാഫൊക്കെ കണ്ട ഒരു ഓഡിയൻസ് തന്നെ ഫസ്റ്റ് ഷോ പോയി സിനിമ കണ്ട ഒരാൾക്ക് സിനിമയുടെ തുടക്കം മുതൽ ഇൻ്റർവെല്ല് വരയ്ക്കും അതിഗംഭീര സിനിമ എന്ന് തോന്നിപ്പിച്ചിട്ട് പിന്നെ സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ലാതെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് പിന്നെ ക്ലൈമാക്സ് ഇങ്ങനെ ആക്കാതെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഒന്ന് മാറ്റി എഴുതായിരുന്നില്ലേ? സോ അത് ഫൈനലി ഇത് ഡയറക്ടറിൻ്റെ കോളാണ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ കോളാണ്, ആക്ടേഴ്സ് ലീഡ് റോൾ ചെയ്ത ആളുകളുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ കോളാണ്. സോ ഓഡിയൻസ് എന്ന നിലയ്ക്ക് നമുക്ക് സിനിമ കാണാനേ പറ്റുള്ളൂ, അതിൻ്റെ അഭിപ്രായം പറയാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് ഒരിക്കലും എന്താ പറയുക സെക്കൻഡ് ഹാഫ് മോശം എന്നല്ല എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി മനോഹരമായിട്ട് അതിഗംഭീരമായിട്ട് ബ്രില്യൻ്റ് ആയിട്ട് എടുത്തുകൊണ്ടുപോയി ഫസ്റ്റ് ഹാഫിനെ കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫ് കുറച്ച് എന്താ പറയുക ഡൗൺ ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ആവുന്നത്. പക്ഷേ ഓവറോൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ പറയുക ടെക്നിക്കൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മ്യൂസിക് ആണെങ്കിലും ശരി, പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ എനിക്ക് തോന്നിയത് ഇതിൻ്റെ 2 ഹിന്ദി സോങ്സ് വരുന്നുണ്ട്. അത് എന്തിനാണ് സോങ് ഇട്ടതെന്ന് എനിക്കറിയില്ല. പൃഥ്വിരാജിൻ്റെ പല സിനിമകളിലും ഇപ്പോൾ കാണുന്നുണ്ട്, ലൂസിഫർ, എമ്പുരാനിൽ കുറേ ഹിന്ദി സോങ്സ് ഇടുന്നുണ്ട്. ഇതിപ്പോൾ പാൻ ഇന്ത്യൻ റീച്ചിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നതെന്ന് അറിയില്ല. സോ ഈ സിനിമയ്ക്ക് അങ്ങനെ ഹിന്ദി സോങ്സ് ഒക്കെ വേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഹിന്ദി സോങ്സ് എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വരുന്ന സോങ്ങാണ്. പക്ഷേ ഇതിലായിട്ട് നമുക്കത് ഇങ്ങനെ എനിക്കത് വലിയ ഇതായിട്ട് തോന്നിയില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തോന്നി. പിന്നെ ഇതിൻ്റെ BGM, സിനിമോട്ടോഗ്രാഫി, വിഷ്വൽസ്, ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ യാനിക്സൻ അതുപോലെ തന്നെ കലൈ കിങ്സ്റ്റൺ പിന്നെ വേറെ 1-2 ആളുകളും കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉള്ളതൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ലാർജർ ദാൻ ലൈഫിലുള്ള ആക്ഷൻസ് ഒന്നല്ല, നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള നല്ല ആക്ഷൻസ് ആണുള്ളത്. അതായത് ഒരു സ്ട്രീറ്റ് ഫൈറ്റ് ഉണ്ട്, റോഡ് സൈഡിൽ നടക്കുന്ന ഒരു ഫൈറ്റ് ഉണ്ട്, അത് അടിപൊളി. പിന്നെ ലിഫ്റ്റിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അത് ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ലിഫ്റ്റിലുള്ള ഫൈറ്റ് അടിപൊളി ഫൈറ്റാണ്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു ഫൈറ്റ് ഉണ്ട്, അങ്ങനെ കുറേ ഫൈറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം കണ്ട മലയാള സിനിമയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ഷൻ സീക്വൻസ് ആണ് ഇതിലുള്ളത്. വിഷ്വൽസ് ആണെങ്കിലും ശരി, ടെക്നിക്കൽ വൈസ് ആണെങ്കിലും ശരി, എല്ലാം ഒന്ന് പടം അടിപൊളിയായിട്ടുണ്ട്. അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ സാധാരണ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു നെഗറ്റീവ് വരും, പുള്ളിയുടെ അഭിനയത്തിനെ കുറിച്ച് പലരും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇതിൽ അടിപൊളിയായിട്ട് ഹ്യൂമൻ ഇമോഷൻസ് കറക്റ്റായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് എന്താ പറയുക, പുള്ളിയുടെ ലൈഫിൽ നടക്കുന്ന സ്ട്രഗിൾസ് ആണെങ്കിലും ശരി, ഫേസ് ചെയ്യുന്ന കാര്യങ്ങളും, പിന്നെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും ശരി, പിന്നെ ഫാമിലി ആയിട്ടുള്ള ഇമോഷൻസ്, അവരായിട്ട് സംസാരിക്കുന്ന സീൻസ്, അതിലെല്ലാം പുള്ളി പിടിച്ചിരിക്കുന്ന ഒരു മീറ്റർ ഉണ്ടല്ലോ, അതെല്ലാം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പാർവതി തിരുവോത്ത്, പാർവതിയുടെ ആക്ടിംഗ് ഒക്കെ വളരെ അടിപൊളി നാച്ചുറൽ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് പാർവതി കേട്ടോ ഈ സിനിമയിൽ. അവരുടെ അഭിനയം, പിന്നെ അവരുടെ മക്കളായിട്ട് 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അതിൽ ചെറിയ കുട്ടിയുടെ അഭിനയം അടിപൊളിയായിട്ട്, രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ആ ചെറിയ കുട്ടിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന കുട്ടി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി കുറേ റോൾസ് ഒക്കെ വരുന്നുണ്ട്, സുദീപ് കോപ്പ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഖാലിദ് റഹ്മാൻ ഇതിലുണ്ട്, നമ്മുടെ എന്താ പറയുക ഉണ്ടടയൊക്കെ ഡയറക്ടർ, തല്ലുമാലയുടെ ഡയറക്ടർ. പുള്ളി മഞ്ഞുമൽ ബോയ്സിലെ ഡ്രൈവറിൻ്റെ റോളിൽ വന്നിരുന്നു. ഇതിലും ഒരു ഡ്രൈവർ ഒരു റോളാണ്, അത് സ്പോയിലർ ആവും, അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. പുള്ളിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സീൻസിലേ ഉള്ളെങ്കിലും നന്നായിട്ട് ചെയ്തു. ലാസ്റ്റ് വന്നിരിക്കുന്ന വിജയരാഘവൻ്റെ റോളൊന്നും അത്ര കൺവിൻസ് ആയിട്ട് തോന്നിയില്ല. കുറച്ച് റോൾസൊക്കെ വരുന്നത് നന്ദു, ഇവരൊക്കെ ലാസ്റ്റ് കുറച്ച് സീൻസിൽ വരുന്നുണ്ട്. ടോട്ടൽ ഇത് നല്ലൊരു സിനിമയാണ്. വേറെ എവിടെയോ എത്തേണ്ട ഒരു സിനിമേനെ കൊണ്ടുപോയിട്ട് ഒരു എബോ ആവറേജ് സിനിമയായി എന്നാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഇപ്പോൾ കാണാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. കുറച്ച് ആക്ഷൻ സീക്വൻസ് അങ്ങനെയൊക്കെയാണ്. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക, എങ്ങനെയുണ്ട് പടം എന്നൊക്കെ.